എല്ലാവർക്കും നമസ്കാരം. അബ്ദുല്ലാസോടാണ്. ഒരുപാട് നാളുകളായി രാഷ്ട്രീയപരമായി ഒന്നും വീഡിയോ ഞാൻ ഇറക്കാറില്ല. കാരണം ഇലക്ഷന് ശേഷം ഞാൻ രാഷ്ട്രീയപരമായിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. കാരണം ലീഗുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമ്മളെ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പരാജയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ കുറച്ചാളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നത് അവരെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് പോരായ്മകളെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയല്ല. രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് എന്തായാലും ഞാൻ സാധാരണ വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരഭിപ്രായം പറയുമ്പോൾ അത് ഞാനൊന്ന് ലീഗുകാരനാണ്, പിന്നെ ഒന്ന് EK സമസ്തക്കാരനാണ്. പക്ഷേ ഞാൻ ആരും പക്ഷം നിന്നിട്ട് സംസാരിക്കാറില്ല. ഞാനുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അങ്ങനെയാണ്. നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചെങ്കിലും മനസ്സിലാവും. ആരും ഞാൻ ഉയർത്തി കാണിക്കാനോ കാണിക്കാൻ നിൽക്കാറില്ല. എന്തെങ്കിലും പറയാനുള്ള ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായാലും, കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറയാനുള്ളത്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, കേൾക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം, അത്ര തന്നെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ ഇന്ന് രാഷ്ട്രീയപരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഒരുപാട് അനുയായികൾ തമ്മിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പോരായ്മ ഇവരുടെ പോരായ്മ എന്ന് അങ്ങനെ പോരായ്മകൾ മാത്രം പറഞ്ഞിട്ട് തമ്മിൽ പരിചാരിക്കൊണ്ട് സംസാരിക്കുന്ന ആണിപ്പോൾ കാണുന്നത്. അപ്പം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശമൊന്നും എനിക്കില്ല. പക്ഷെ അഭിപ്രായം പറയാമല്ലോ. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇപ്രാവശ്യം പരാജയം മാത്രമല്ല, പാർട്ടി ബേസിൽ ഒരുപാട് വോട്ടും കൂടെ കുറഞ്ഞതാണ്. അതാണ് ഞാൻ പറയാൻ കാരണം. ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട്. അവർ ചർച്ച ചെയ്യാതെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയപരമായിട്ടും ഒന്ന് മതപരമായിട്ടും. രണ്ട് ചിന്താഗതി വോട്ടിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒന്ന് രാഷ്ട്രീയപരമായിട്ട് ലീഗും സമസ്യയായി ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ടായി. ഈ രണ്ടാമത്തെ പിണറായി വിജയൻ ഭരണം വന്നതിന് ശേഷം ഒരുപാട് ലീഗും സമസ്യയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ വേണ്ടാതെ അനാവശ്യ രൂപത്തിൽ ലീഗിലേക്കും സമസ്തയിലേക്കും ലീഗിലേക്കും കയറി ചെന്ന് ലീഗിനെയും സമസ്തയും പിളർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന രൂപത്തിൽ ഇടപെടുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. കാരണം സമസ്തയും ലീഗും അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ യാഥാർത്ഥ്യം ഞാൻ പല വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. സമസ്ത ലീഗും ഒരേ ശരീരമാണ്, രണ്ട് പ്രവർത്തനമാണ്, ഒരു ബോഡിയാണ്. കാരണം സമസ്തയെ നിയന്ത്രിക്കുന്നത് ലീഗാണ്, ലീഗിനെ നിയന്ത്രിക്കുന്നത് സമസ്തയാണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ പ്രവർത്തകർ ഒന്ന് തന്നെയാണ്. കാരണം മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മുസ്ലിങ്ങൾ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാൽ ഇടപെടരുത്. കാരണം മുസ്ലിങ്ങൾ തമ്മിൽ അസ്സലാമു അലൈക്കും വലൈക്കും സലാം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇടപെട്ടാൽ ഒറ്റപ്പെടുന്നു. അത് തന്നെ എവിടെയും സംഭവിച്ചത്. മുന്നത്തെ ഒന്നാം പിണറായിൻ്റെ ഭരണകാലം മുതൽ ജിഫ്രി തങ്ങൾ ചില കാര്യങ്ങളിൽ പിണറായിയായിട്ട് ഡയറക്റ്റ് ഇടപെടുകയും ചില കാര്യങ്ങളൊക്കെ വേണ്ടത് സാധിപ്പിച്ചെങ്കിലും കാശോപായി മറ്റേ സാമ്പത്തികമൊന്നുമല്ല, നമ്മൾക്ക് മതപരമായ ചില കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മൂപ്പറെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരോട് ചോദിക്കുക എന്നുള്ളൊരു നിയമമാണ് മൂപ്പർ കാണിക്കുന്നത്, അല്ലാണ്ട് ലീഗിനോട് എതിർപ്പെടായിട്ടൊന്നല്ല. അതുപോലെ തന്നെ ഈ രണ്ടാം പിണറായി വിജയൻ്റെ ഭരണം വന്നതിന് ശേഷം കുറച്ച് കൂടുതൽ കൊറോണയും അത് ഇതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ സമയത്തും പിന്നെ അതിന് ശേഷമുള്ള പല കാര്യങ്ങൾക്കും ചിലപ്പോൾ പിണറായി ചില ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജിഫ്രി തങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയപരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ചില നേതാക്കന്മാർ കയറി എന്നുള്ളതാണ്. അവിടെ ഒരുപാട് അണികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള സമസ്യയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് മാർക്സിസ്റ്റുകാരുണ്ടാവുമല്ലോ, പ്രവർത്തകർ. അവരെ വോട്ട് പോലും പ്രാവശ്യം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം സമസ്തയും ലീഗും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പല നേതാക്കന്മാരും അതിന് അഭിപ്രായം പറയുകയും
അങ്ങനെ ആ സമസ്തയും ലീഗും ഉള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയും ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയോ? ആ ഇടപെടൽ കൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ചിന്താഗതി വന്ന് വർഗീയപരമായി RSSനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ RSSൻ്റെ പ്രവർത്തനം പോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഇടപെടുന്നു, മുസ്ലിങ്ങളെ ഐക്യങ്ങൾ ഇല്ലാതെ കണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു ധാരണ വരാനുള്ള സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി ജിഫ്രി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുള്ള സമയത്ത് ഇടപെട്ടു. ഞാൻ പറയാനുള്ള കാരണം തെളിവ് സഹിതം പറയാമെന്ന്. അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെ കണ്ട് ഈ കേരള രാഷ്ട്രീയത്തെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല, അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി തകരാൻ പാടില്ല എന്ന്. അത് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ അഭിപ്രായം ഒന്നാണ്, പക്ഷേ അതിനെ ഏറ്റുപിടിച്ച് ചില നേതാക്കന്മാർ പറഞ്ഞ അഭിപ്രായം മറ്റൊന്നാണ്. കാരണം സാദിഖ് അലി തങ്ങൾ സാഹചര്യത്തിന്, ഇപ്പം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുന്ന പോലെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറയുമെന്ന് പറഞ്ഞാൽ മാതിരി സാദിഖ് അലി തങ്ങളും പറഞ്ഞത് തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒരു കേരളത്തിൽ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റൂല എന്നുള്ളത്. അപ്പം തന്നെ അതിൽ ഇടപെട്ടു. സാദിഖ് അലി തങ്ങൾ ഇതാ കണ്ടില്ലേ, പറഞ്ഞത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രസ്താവന ഇറക്കാൻ തുടങ്ങി. ഇതിന് ലീഗിനും സമസ്തക്കും ഇതിനും ബാധിക്കുന്ന രൂപത്തിലായിട്ട് ഇത് മാറി. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി 1-2 പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തിന്? മുന്നേ വ്യവസായ മന്ത്രിയൊക്കെ ആയി പ്രവർത്തിച്ച് ഒരു മന്ത്രി എന്നുള്ള നിലക്ക് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ചില വ്യവസായവും അതും ഇതൊക്കെ ആയിട്ട് നല്ല രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇന്നത്തെ കാലത്തിന് ആവശ്യമാണ് പിണറായി ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഇതാ കുഞ്ഞാലിക്കുട്ടിൻ്റെ മാറിയ നയം മാറി, കുഞ്ഞാലിക്കുട്ടി ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട്, ലീഗ് ഇതാ ഉടനെ ഇങ്ങോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്, ഏത് സമയത്ത് വന്നാലും ഞങ്ങൾ കയറ്റാൻ തയ്യാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇറക്കിയിട്ട് അങ്ങനെ ഒരു കുറേ പ്രശ്നമുണ്ടാക്കി. അപ്പോൾ ഇത് എന്ത് സംഭവിച്ചെന്നറിയോ? സമസ്തയിലുള്ള നേതാക്കന്മാർക്ക് പോലും തമ്മിൽ അഭിപ്രായം പറയാനുള്ള സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കൂടെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെന്ത് പറ്റി ഒരുപാട് ചിന്താഗതി ജനങ്ങളുടെ ഇടയിലുണ്ടായി. വർഗീയപരമായി ചിന്തിക്കുന്നവരും ചിന്തിച്ച്, രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവരും ചിന്തിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തിയത് ലാസ്റ്റ്. അതിനൊരു ഉദാഹരണമാണല്ലോ SDP പോലും വോട്ട് ഇപ്രാവശ്യം കോൺഗ്രസ്സിന് കൊടുത്തതും ഒരുപാട് വോട്ടുകൾ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് വോട്ട് കൂടിയില്ലേ? കാരണം എന്തുകൊണ്ട്? SDP എല്ലാം വോട്ട് കോൺഗ്രസ്സിന് കൊടുത്തു. പിന്നൊന്ന് അപ്പം അങ്ങനെയില്ലേ? അപ്പോൾ അങ്ങനെ മതപരമായി ചിന്തിക്കുന്ന, രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന, മുസ്ലിങ്ങളെ തകർക്കുന്ന എന്നുള്ളൊരു ചിന്താഗതി മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ വന്നുകൂടി. അതുപോലെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭത്തിൽ എന്താണെന്ന് അറിയോ? ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് RSSനും അല്ലെങ്കിൽ ഹിന്ദു സഹോദരന്മാർക്കും ചിന്തിക്കാനുള്ള ചില സാഹചര്യം ഉണ്ടാക്കി. മലപ്പുറം ജില്ലയിൽ വിജയം വന്നു എന്നറിയുമ്പോൾ അവിടെ കോപ്പി അടിക്കുന്ന റേൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിൽ നിന്ന് നായിൻ്റെ മക്കളിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ വിളിച്ചപ്പോൾ അതിന് നടപടിയെടുക്കാൻ പിണറായിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. അതേപോലെ തന്നെ തലയിൽ തൊപ്പി കാണൂല, തലയും കാണില്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചു പോയ സമയത്തും അത് തന്നെയാണ് RSS നേർക്ക് നടപടിയെടുക്കുന്നതിൽ പിണറായിക്ക് ഒരുപാട് സമയങ്ങൾ പിടിക്കേണ്ടി വന്നു. ഇങ്ങനെ പല കാര്യങ്ങൾക്കും മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പിണറായിക്ക് കുറച്ച് സമയം പിടിക്കേണ്ടി വന്നു. ആ സമയം പിടിക്കുന്നത് എന്തായി? മുസ്ലിങ്ങളുടെ ഇടയിൽ RSSന് സപ്പോർട്ട് ചെയ്യുന്ന പിണറായി എന്നുള്ള ധാരണയിലേക്ക് നിർത്തിക്കെത്തി. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ അതേ സമയത്ത് സംസാരിക്കാതിരിക്കുമ്പോൾ അതേ സമയത്ത് അതേ സഡനായിട്ട് തീരുമാനം നടപടിക്കും എടുക്കാതെ സന്ദർഭത്തിൽ മുസ്ലിങ്ങളും അല്ലെങ്കിൽ കോൺഗ്രസും മുസ്ലിം ലീഗും പ്രക്ഷോഭം ചെയ്യേണ്ടി വന്നു. പ്രക്ഷോഭം ചെയ്യേണ്ടി വന്ന സന്ദർഭത്തിൽ എന്തായി? പിണറായിക്ക് തിരുത്തേണ്ടി വന്നപ്പോൾ എന്തായി? മുസ്ലിങ്ങളെ സ്വാധീനിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് നിൽക്കുന്നത്, പിണറായിൻ്റെ ഭരണം മുസ്ലിങ്ങളെ വളർത്താൻ വേണ്ടി നിൽക്കുന്നതെന്ന് RSS ചിന്തിക്കുന്നിടത്തേക്ക്. അതുപോലെ തന്നെ ചില മാർക്സിസ്റ്റ് പാർട്ടികളുടെ ഹിന്ദു സഹോദരന്മാർക്കും RSSൻ്റെ സ്വഭാവത്തിൽ ചിന്തിക്കേണ്ടി വന്നു, പിണറായി മുസ്ലിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള. അതാണ് ഈ പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ വോട്ട്, കുറേ വോട്ട് എവിടെ പോയത്? സുരേഷ് ഗോപിക്ക് പോയത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സന്ദർഭം ഉണ്ടായതുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം 2ാം ഭരണം വന്നതിന് ശേഷം തീരുമാനം എടുക്കുന്നതിന് ചില സമയം പിടിക്കലും, ഒരുപാട് അതിനെ പ്രതിപക്ഷത്തിനോട് ചർച്ച ചെയ്യിപ്പിക്കലും, എന്നിട്ട് തീരുമാനം എടുക്കലും, ആ തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിൽ വിമർശിക്കാൻ പറ്റുന്ന RSSനെ പോലത്തെ ആളുകൾക്ക് അത് മുസ്ലിങ്ങളെ സ്വാധീനിക്കുന്നത്, മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അവരെ സഹായിക്കുന്നത് എന്ന് ചിന്താഗതിയിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ധാരണകളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായ സംവരണം നേരെ കിട്ടുന്നില്ല എന്നെല്ലാം അറിയാമല്ലോ.
എന്നിട്ട് പോലും ഹിന്ദുക്കളിൽ മുന്തിയതികൾക്ക് വേണ്ടിയിട്ട് സംവരണത്തിന് മുസ്ലിങ്ങളെ സംവരണത്തിന് എടുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മാറി ചിന്തിക്കുന്ന പല പ്രവർത്തനങ്ങളും അതാത് സന്ദർഭത്തിൽ പിണറായി വിജയൻ തീരുമാനം എടുക്കേണ്ട സന്ദർഭത്തിൽ എടുക്കാതെ കണ്ട് വൈകിപ്പിച്ചിട്ട് ആ തീരുമാനം എടുത്ത സന്ദർഭത്തിൽ രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ജനങ്ങൾ ചിന്തിച്ചിട്ട് അകന്നുപോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇലക്ഷനിൽ ബാധിച്ചു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ കണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ നേതാക്കന്മാർ തമ്മിൽ വെറുതെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പിണറായിക്ക് ഇനിയും സമയം കൊണ്ട് തിരുത്താൻ വേണ്ടി തിരുത്തണം. കാരണം മുസ്ലിങ്ങളെ സംവരണത്തിനെ പറ്റി ഇപ്പോൾ വന്നില്ലേ, നിയമസഭയിൽ പറഞ്ഞിട്ടില്ലേ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിന് നേരെ കിട്ടുന്നില്ല എന്ന്, വെള്ളം പറയേണ്ട ദിവസം പറയാനുള്ള സാഹചര്യമൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഈ തെറ്റിദ്ധാരണ ചില സന്ദർഭത്തിൽ മാറ്റേണ്ട സന്ദർഭത്തിൽ, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ എതിർക്കായിട്ട് മുസ്ലിങ്ങൾക്ക് നേരെയായിട്ട് വിദ്വേഷ പ്രസംഗം അതും ഇതൊക്കെ നടത്തുന്നത് ശക്തമായ നടപടി അതേ സന്ദർഭത്തിൽ എടുക്കാതെ കണ്ട് മുസ്ലിങ്ങൾക്കും അങ്ങനെ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ വർഗീയപരമായ ചിന്താഗതിയും രാഷ്ട്രീയപരമായ ചിന്താഗതിയും അത് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായി എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതൊന്നും ചർച്ച ചെയ്യാതെ കണ്ട് വെറും രാഷ്ട്രീയപരമായിട്ട് നേതാക്കന്മാർ തമ്മിൽ അടിച്ചുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. ഭാവിയിലും കൂടെ പിണറായി വിജയൻ ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന് ഒന്നാമത് കയ്യിലെടുക്കുക. അതായത് പ്രതിപക്ഷം പറയുന്നതൊക്കെ ശരിയെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യാൻ അനുകൂലിക്കേണ്ടത് അനുകൂലിക്കുക. എന്നാലും രാഷ്ട്രീയം കൊണ്ട് തർക്കം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്വഭാവം മതിയാക്കുക. അതുപോലെ പത്രപ്രവർത്തകരും ഒരുപാട് പത്രപ്രവർത്തകർ കടക്ക് പുറത്ത് എന്നുള്ള ആ വാക്കുണ്ടല്ലോ, അതിനുശേഷം ഒരുപാട് പത്രപ്രവർത്തകർ പിണറായിക്ക് എതിരായ ചരിത്രമുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പോരായ്മകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായ സന്ദർഭമുണ്ട്. അപ്പം അതിനൊക്കെ തിരുത്തിയില്ലെങ്കിൽ എന്താവും, ഇനിയിപ്പോൾ 26 വരുന്ന നിയമസഭൻ്റെ തിരഞ്ഞെടുപ്പിലും ഇതൊക്കെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കലിങ്ങമറിയുന്ന രാഷ്ട്രീയത്തിൽ ഞാനിപ്പോൾ ഈ പറയാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ഞാൻ കുറേ നാളെ രാഷ്ട്രീയമായിട്ട് പറയുന്നില്ല, അതിന് ആരോഗ്യത്തിൽ തകർത്തനും ഉയർത്തി കാണിക്കാനൊന്നുമല്ല. എനിക്ക് എൻ്റെ മനസ്സിൽ കണ്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പോരായ്മകൾ ഒരുപാട് പിണറായിക്ക് ഉണ്ട് എന്നുള്ളതാണ്, ഈ രണ്ടാമത്തെ ഭരണം വന്നതിന് ശേഷം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി നിർത്തിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, എല്ലാവരും തള്ളിക്കളയുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അടുത്ത വീട് കാണുന്നവർക്ക് എല്ലാവർക്കും ചെയ്യുന്നു.